മറ്റൊരു വാർത്തയിലേക്കാണ്. ഫിലിപ്പീൻസിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ജപ്പാൻ, ഇന്തോനേഷ്യൻ തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. വിവരങ്ങളുമായി ഗൗതം ചെയ്യുന്നുണ്ട്. ഗൗതം, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ വലിയൊരു ഭൂചലനമാണ് ഫിലിപ്പീൻസിൽ ഉണ്ടായിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് കാണാം. കുറച്ച് ദൃശ്യങ്ങളെ പുറത്തു വന്നിട്ടുള്ളതെങ്കിലും അതേ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് കൂടി പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഗൗരവം വളരെ കൂടുതലാണ്. എന്താണ് വിവരങ്ങൾ? പക്ഷേ തീർച്ചയായിട്ടും ഗൗരവകരമായിട്ടുള്ള ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് കാലാവസ്ഥാ റിപ്പോർട്ടുകളിൽ നിന്നും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രി 11:30 കൂടിയിട്ടാണ് ഈ ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. പ്രാദേശിക സമയം 11:30 കൂടിയും ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചയോട് കൂടിയുമായിട്ടാണ് ഈ ഭൂചലനം ഉണ്ടായത്. ഇതിൻ്റെ പ്രകമ്പനത്തെ തുടർന്നാണ് ഇപ്പോൾ ജപ്പാന്റെയും ഇന്തോനേഷ്യൻ തീരങ്ങളിലേക്കും സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഫിലിപ്പീൻസിൻ്റെ പ്രസിഡന്റ് മാർക്കോസ് നൽകുന്ന വിശദാംശങ്ങൾ അനുസരിച്ച് നിലവിൽ ഫിലിപ്പീൻസിൻ്റെ തീരത്തുള്ള, അതായത് ഈ മിൻഡാനോ തീരത്താണ് ഈ പ്രകമ്പനം ഉണ്ടായത് അല്ലെങ്കിൽ ഭൂചലനം ഉണ്ടായത്. ആ തീരദേശത്തും അതോടൊപ്പം തന്നെ ഫിലിപ്പീൻസിൻ്റെ മറ്റ് തീരദേശങ്ങളിലുള്ള ആളുകളോടും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തക്കായിച്ചി ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വന്തം രാജ്യങ്ങളുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് തീരം ഒഴിയണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിൻഡാനോയിലാണ് ഈ പ്രകമ്പനം ഉണ്ടായതെങ്കിലും ഇന്തോനേഷ്യയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ സുനാമിയോളം പോകുന്ന അല്ലെങ്കിൽ സുനാമി തിരയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഉയർന്ന തിരമാലകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാലാവസ്ഥാ റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ്. സ്ഥിതിഗതികൾ കുറച്ച് ആശങ്കാജനകമാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ജപ്പാന്റെയും ഇന്തോനേഷ്യൻ തീരങ്ങളിലുമൊക്കെ സുനാമി മുന്നറിയിപ്പുകൾ പല ഘട്ടങ്ങളിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ പലതും ചെറിയ പ്രകമ്പനങ്ങളിൽ അവസാനിക്കാറാണ് പതിവ്. പക്ഷേ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഭൂചലനം, അതിൻ്റെ തീവ്രത 7 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 മീറ്ററോളം ഉയരത്തിൽ തിരമാലകൾ അടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതിൻ്റെ അനുസ്മരണങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ഇന്തോനേഷ്യയിൽ നിന്നുള്ള കാലാവസ്ഥാ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഒപ്പം ഫിലിപ്പീൻസിലും ജപ്പാന്റെ തീരങ്ങളിലും ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പ്രകമ്പനത്തെ തുടർന്ന് കെട്ടിടങ്ങൾ തകരുകയും വാഹനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഹോട്ടലുകളും വീടുകളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തകരുകയും ചെയ്തിട്ടുണ്ട്. കർശനമായ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജപ്പാനിലും ഇന്തോനേഷ്യയിലും ഫിലിപ്പീൻസിലും. ഇന്തോനേഷ്യയിലെ കെഡി, അതോടൊപ്പം തന്നെ ഉത്തര മലുഗു തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ, ഉലൂസൈ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഈ ഉയർന്ന തിരമാലകൾ ഇപ്പോൾ അടിക്കുന്നുണ്ട്. അത് ഉയർന്ന തിരമാലകൾ തീരം തൊടുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഫിലിപ്പീൻസിൽ ഉൾപ്പെടെ കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ നിലനിൽക്കുന്നത്. ഉയർന്ന തിരമാലകൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്ന് കാലാവസ്ഥാ വകുപ്പും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 കൂടിയിട്ടാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്, ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. തുടർ ചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതായും കാലാവസ്ഥാ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഹർഷൻ.